ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. PSC സാധാരണയായി റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് എക്സാമിന് വരികയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി, ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. അടുത്ത ചോദ്യം, കോശം കണ്ടുപിടിച്ചതാര്? കോശം കണ്ടുപിടിച്ചതാര്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ, റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. അടുത്ത ചോദ്യം, ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത്? ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, നവംബർ 14. ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നതെന്നാണ് നവംബർ 14. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ. അടുത്ത ചോദ്യം ഇതാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മൺ. അടുത്ത ചോദ്യം, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മലയാള നോവലിലുള്ളതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം. അടുത്ത ചോദ്യം നോക്കാം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, ഒക്ടോബർ 13. കേരള കായിക ദിനം ആചരിക്കുന്നതെന്നാണ്. ഒക്ടോബർ 13 കേരള കായിക ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാലണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാലണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാലണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. അടുത്തത്, വരയുടെ പരമശിവനെന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? വരയുടെ പരമശിവനെന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം KM വാസുദേവൻ നമ്പൂതിരി.
വരയുടെ പരമശിവനെന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 1996. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, എറണാകുളം ജില്ലയിൽ. ഓക്കെ, അടുത്ത ചോദ്യം. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ് ഓപ്ഷൻ സി പഴശ്ശിരാജ. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? പഴശ്ശിരാജയെയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്. ഉത്തരം ഇതാണ് ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ രേഖയ്ക്ക് അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അടുത്ത ചോദ്യം. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ഖാദർ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ പറയുന്ന പേര് ഖാദർ എന്നാണ്. അടുത്തത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ സി ആണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം നോക്കൂ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. അടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊച്ചിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. തുമ്പ, ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ, വിശാഖപട്ടണം. ഇതിൽ നിന്നും ശരിയായ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ. അപ്പോൾ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. ഇതിൽ ശരിയായ ഉത്തരം ബാക്ടീരിയ ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്,
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി ആവശ്യമെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഒന്നും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.